Okay. NC coordinate system. So we have seen what is a part programming and the types of part programming: manual part programming, computer-aided part programming using CAD and CAM. Now we will see something about the coordinate system. എന്താണ് coordinate system? Coordinate system എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എക്സ് വൈ സെഡ് കോർഡിനേറ്റ്, പല ടൈപ്പ് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചായിരുന്നു. ഇത് ഈ കോർഡിനേറ്റ് സിസ്റ്റം ബേസിക്കലി ഇറ്റ് ഈസ് യൂസ് ടു പൊസിഷൻ ദ പാർട്ടിക്കിൾസ് അല്ലേ. ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് അതിൻ്റെ ഒരു പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പം വിത്ത് റെഫറൻസ് ടു എ പോയിന്റ്, എ പർട്ടിക്കുലർ റെഫറൻസ് പോയിന്റ്. നൗ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ന്യൂ പോയിന്റ്, അല്ലെങ്കിൽ ഒരു വർക്ക് പീസിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ടൂൾ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് എത്ര ദൂരത്താണ് നിൽക്കുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം നോർമലി ഹാവ് 3 കോർഡിനേറ്റ്സ്. എന്തൊക്കെയാണ്? എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ് ഉണ്ടാവും. അപ്പോൾ എക്സ് വൈ സെഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഒക്കെ ഉപയോഗിച്ചിട്ട്, അതായത് ഇങ്ങനെ സപ്പോസ് ഇതാണ് നമ്മുടെ തള്ളവരൽ, അയ്യോ നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവരൽ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ ഫിംഗർ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് ദിസ് ഈസ് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ പോട്ടെ. അതായത് പറഞ്ഞു തരുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ആക്സിസ് വരുന്നത് എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്ലെയിനിൽ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ദെൻ ദിസ് ഈസ് സെഡ് ആക്സിസ്. ഇതായിരുന്നു നമ്മളെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ്. നമ്മൾ ഈ ഒരു വിത്ത് റെസ്പെക്ട് ടു ഒരു ക്യൂബ് ആണെങ്കിൽ നമുക്ക് ഏകദേശം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Okay, suppose this is x and this is y, x y അങ്ങനെയാണെങ്കിൽ this will be z. അതായത് എക്സ് ക്രോസ് വൈ ഈക്വൽ ടു സെഡ് എന്നുള്ള രീതിയിൽ, അതായത് എക്സ് നിന്ന് വൈയിലേക്ക് ഒരു സ്ക്രൂ തിരിക്കുകയാണെങ്കിൽ ആ സ്ക്രൂ കയറി പോകുന്നത് അഡ്വാൻസ് ചെയ്യുന്നത് എവിടേക്കായിരിക്കും? സെഡിൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് എക്സ് വൈ സെഡ് വരുന്നത്. ഇനിയിപ്പോൾ മെഷീനിങ്ങിൻ്റെ കേസിൽ മെയിൻലി നമ്മൾ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത് ടേബിളിൻ്റെ ആക്സിസ് ആയിരിക്കും പൊതുവേ. അതായത് ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്ലെയിനിൻ്റെ ആയിരിക്കും നമുക്ക് എക്സ് വൈ ആക്സിസ് ഉപയോഗിക്കുക. ഓക്കെ, എക്സ് വൈ ഒക്കെ ആ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും സെഡ് ആക്സിസ് അല്ലെങ്കിൽ സ്പിൻഡിലിൻ്റെ ഡയറക്ഷൻ
ഇപ്പോൾ ഒരു ഡ്രില്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പിൻഡിൽ ആക്സിസ് അതായിരിക്കും സെഡ് ആക്സിസ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ അങ്ങനെ കുറേ കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ടാവും. ഇനി ഫോർ ലെയ്ത്തിൻ്റെ കേസിലാണെങ്കിൽ ചക്ക്, വർക്ക് പീസ്, ടെയിൽ സ്റ്റോക്ക് ഉണ്ട്, ആണ് വർക്ക് പീസ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടൂൾ അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഫീഡ് കൊടുക്കുന്ന ഡയറക്ഷൻ, ഇവിടെ നമ്മുടെ ഓപ്പറേറ്റർ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണെന്ന് കരുതുക. ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഓപ്പറേറ്റർ നിൽക്കുന്നത്. ഓപ്പറേറ്റർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്പറേറ്ററിൻ്റെ അടുത്തേക്കുള്ള ആക്സിസ് ആണ് എക്സ് ആക്സിസ്. ഇനി ഇതിൻ്റെ താഴേക്കുണ്ടാകുന്നൊരു ആക്സിസ് ഉണ്ട്, നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല, അതായിരിക്കും വൈ ആക്സിസ്. ഇനി ഈ ഒരു ഡയറക്ഷനിൽ കാണുന്നതായിരിക്കും സെഡ് ആക്സിസ്, ഈ സ്പിൻഡിൽ റൊട്ടേഷൻ്റെ ആക്സിസ്. ഒരു ഡ്രില്ലിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഇതേപോലെ ഒരു പ്ലേറ്റ് ഉണ്ട്. യാതൊരു ഡ്രില്ലിംഗ് കട്ടർ ഉണ്ടെങ്കിൽ ഈ ഡ്രില്ലിംഗ് കട്ടറിൻ്റെ ആക്സിസ് ഇതാണ് സെഡ് ആക്സിസ്. ഈ പ്ലെയിൻ്റെ ആക്സിസ് ആണ് എക്സും വൈയും. ഇങ്ങനെയൊക്കെ കുറേ കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ടാവും. ഇതാണ് ബേസിക്കലി ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ എക്സ് വൈ സെഡിൻ്റെ കൂടെ റൊട്ടേഷൻ മോഷൻസും ഉണ്ടാവും. അതായത് എക്സിന് എബോട്ടായിട്ട് റൊട്ടേഷൻ, വൈക്ക് എബോട്ടായിട്ടുള്ള റൊട്ടേഷൻ, either it is clockwise or counter clockwise. ഇവിടെയും അപ്പം അങ്ങനെ നമുക്ക് 3 കോർഡിനേറ്റ് ആക്സിസ് ഉണ്ട്, അതേപോലെ റൊട്ടേഷൻസും ഉണ്ടാവും പോസിബിൾ എബൌട്ട് ഈച്ച് ആക്സിസ്. ഇതാണ് നമുക്ക് മെയിൻലി കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ്, റെഫറൻസ് പോയിന്റ്, അതേപോലെ മെഷീൻ സീറോ, പ്രോഗ്രാം ഒറിജിൻ, പാർട്ട് ഒറിജിൻ, അങ്ങനെയൊക്കെ കുറച്ച് ടേംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. Okay. First one, reference points. Reference points are actually it is a fixed or selected arbitrary location on a machine. മെഷീനിൽ അല്ലെങ്കിൽ ടൂൾസിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന വർക്ക് പാർട്ട് ഇവിടെയൊക്കെ ഉള്ള ഒരു റെഫറൻസ് പോയിന്റ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സപ്പോസ് വർക്ക് പീസ് എടുത്തേക്കാണ്. അപ്പോൾ വർക്ക് പീസിനെ നമ്മൾ മെഷീൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടുന്ന് ഇന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, ഇവിടെ എത്തുമ്പോൾ ഇന്ന ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നു. സോ അപ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് വേണം. ദാറ്റ് ഈസ് എ റെഫറൻസ് പോയിന്റ്. അത് നമുക്ക് വർക്ക് പീസിലുണ്ടാവും, അതായത് പാർട്സിലുണ്ടാവാം, അതേപോലെ ടൂളിൻ്റെ പോർഷനിലുണ്ട്, അതേപോലെ മെഷീൻസിലുണ്ടാവും. ഇങ്ങനെയുള്ള പോയിന്റ്സ് അത് മെയിൻലി ദ മാനുഫാക്ചറർ അല്ലെങ്കിൽ യൂസർ ആയിരിക്കും അതിനെ സെറ്റ് ചെയ്യുക. ദീസ് പോയിന്റ്സ് ആർ ടേംഡ് ആസ് ദ റെഫറൻസ് പോയിന്റ്. ഇനി അടുത്തത് മെഷീൻ ഒറിജിൻ. അപ്പം അതിനകത്ത് വരുന്ന 3 ടൈപ്പ് റെഫറൻസ് പോയിന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ മെഷീൻ ഒറിജിൻ. അല്ലെങ്കിൽ നമുക്കതിനെ മെഷീൻ സീറോ എന്ന് പറയും. മെഷീൻ സീറോ പോയിന്റ് അതാണ് ഫസ്റ്റ് റെഫറൻസ് പോയിന്റ് പറഞ്ഞത്, മെഷീൻ സീറോ പോയിന്റ്. അത് വേറെ ആരുമല്ല, നമുക്ക് അതിൻ്റെ എന്താണ് ദ മെഷീൻ ടൂൾ ബിൽഡർ ഇറ്റ്സെൽഫ് സെറ്റ് ദ
പോയിന്റ്. അപ്പോൾ മെഷീൻ്റെ 0 പോയിന്റ് അത് നമുക്ക് മെയിൻലി ചേഞ്ച് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അത് മെഷീൻ ടൂൾ ബിൽഡർ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ടൂൾ മൂവ്മെൻറ്റ്സ്, എനി ടൂൾ മൂവ്മെൻറ്റ് വിച്ച് വിൽ ബി മെഷേർഡ് ഫ്രം ദിസ് പർട്ടിക്കുലർ മെഷീൻ പോയിന്റ് ഓർ മെഷീൻ 0 പോയിന്റ്. അപ്പോൾ ടൂൾ മൂവ്മെൻ്റ് എല്ലാം ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും, മെഷീൻ 0 അല്ലെങ്കിൽ മെഷീൻ ഒറിജിൻ പോയിന്റിൽ നിന്നായിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. നെക്സ്റ്റ് ഈസ് പ്രോഗ്രാം ഒറിജിൻ. പ്രോഗ്രാം ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാം കൊടുക്കുന്നു. വി ആർ ഗിവിങ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഈസ് ദ പ്രോഗ്രാം ഇൻ ഓർഡർ ടു മെഷീൻ എ കോമ്പണൻറ്റ്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കൊടുക്കുന്നു. അപ്പോൾ പ്രോഗ്രാം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യാൻ, പ്രോഗ്രാം ചെയ്തു തുടങ്ങുന്നു. നമ്മൾ പ്രോഗ്രാം കൊടുത്തു. അപ്പോൾ ആ പ്രോഗ്രാം പ്രകാരം ഈ പർട്ടിക്കുലർ എന്താ പറയുക ടൂള് അല്ലെങ്കിൽ വർക്ക് പീസൊക്കെ മൂവ് ചെയ്യണം. അപ്പോൾ ഈ ടൂള് മൂവ് ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? ദാറ്റ് ഇസ് ദ ഹോം പൊസിഷൻ ഓഫ് ദ ടൂൾ. Home position of the tool is the program origin. അപ്പോൾ ഇതിന് നമ്മൾ വേറെ പേര് പറഞ്ഞാണ് ഹോം പൊസിഷൻ ഓഫ് ദ ടൂൾ. അപ്പോൾ ഇവിടെയാണ് വേർ ദ ടൂൾ സ്റ്റാർട്ട്സ് ഇറ്റ്സ് മോഷൻ വൈൽ എക്സിക്യൂട്ടിങ് എ പ്രോഗ്രാം. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ടൂൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതേപോലെ പ്രോഗ്രാം കഴിയുമ്പം ആഫ്റ്റർ ദ പ്രോഗ്രാം ഇറ്റ് റിട്ടേൺസ് ബാക്ക്. ഒരു സൈക്കിൾ കഴിയുമ്പോൾ എന്താണ് അത് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് ഈ പോയിന്റിലേക്ക്. അതിനെയാണ് നമ്മൾ പ്രോഗ്രാം ഒറിജിൻ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഒറിജിൻ. അല്ലെങ്കിൽ വർക്ക് പീസ് 0 പോയിന്റ്. നേരത്തെ മെഷീൻ 0 പോയിന്റ് എന്ന് പറഞ്ഞു, അതേപോലെ മെഷീൻ 0 അല്ലെങ്കിൽ മെഷീൻ ഒറിജിൻ എന്ന് പറഞ്ഞു. അത് വിത്ത് റെസ്പെക്ട് ടു മെഷീൻ ആയിരുന്നു. ഇനി പാർട്ട് ഒറിജിൻ എന്ന് പറഞ്ഞാൽ പാർട്ടിൻ്റെ, നമ്മുടെ വർക്ക് പാർട്ട്, അതിൻ്റെ 0 പോയിന്റ് അല്ലെങ്കിൽ എന്താണ് ഏത് വർക്ക് പീസാണോ. അപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ ദ വർക്ക് പീസ്, ഓരോ വർക്ക് പീസ് മാറ്റുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ വർക്കിന് ഓരോ പോയിന്റിലായിരിക്കും അതിൻ്റെ ഒറിജിൻ പോയിന്റ് നമ്മൾ റെഫർ ചെയ്യുക. ഒരു റെഫറൻസ് ഉണ്ടാവും, അതിനനുസരിച്ചായിരിക്കും നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സോ വി ഹാവ് 3 റെഫറൻസ് പോയിന്റ്സ്. ഇപ്പോൾ റെഫറൻസ് പോയിന്റ്സ് എന്തിനായിരുന്നു? റെഫറൻസ് പോയിന്റ്സ് മെയിൻലി നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടി ഫോർ ദ പ്രോഗ്രാമിംഗ്, ഈസ് ഓഫ് ദ പ്രോഗ്രാമിംഗ്. അതിനുവേണ്ടി നമ്മൾ 3 ടൈപ്പ് റെഫറൻസ് പോയിന്റ്സ് ആണുള്ളത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ മെഷീൻ ഒറിജിൻ അല്ലെങ്കിൽ മെഷീൻ 0 പോയിന്റ്. ദെൻ പ്രോഗ്രാം ഒറിജിൻ അല്ലെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് ദ ഹോം പൊസിഷൻ ഓഫ് ദ ടൂൾ. നെക്സ്റ്റ് ഈസ് ദ എന്താണ് പാർട്ട് ഒറിജിൻ അല്ലെങ്കിൽ വർക്ക് പീസ് 0 പോയിന്റ്. ഇങ്ങനെ 3 റെഫറൻസ് പോയിന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ പ്രോഗ്രാമിംഗ് ഫോർമാറ്റ്. നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ടേപ്പിനകത്ത്, പഞ്ച് ടേപ്പിൽ നമ്മൾ പറഞ്ഞു മാനുവൽ പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ പഞ്ച് ടേപ്പിനകത്ത് പ്രോഗ്രാംസ് നമ്മൾ എൻട്രി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടേപ്പ് പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റ്, പല ടൈപ്പ് ഫോർമാറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്തെ കോമ്പണൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ടേപ്പ് പ്രോഗ്രാമിംഗ് ഫോർമാറ്റ്. അത് മെയിൻലി ഇറ്റ് ഈസ് ഓഫ് 3 types. വേർഡ് അഡ്രസ് ഫോർമാറ്റ്, then tab sequential format, and finally fixed block format. ഇതിൽ ഈ ടാബ് സീക്വൻഷ്യൽ അതേപോലെ ഫിക്സഡ് ബ്ലോക്ക് ഫോർമാറ്റ് അത് ഒബ്സലീറ്റ് ആയിട്ടുള്ളതാണ്, അധികം ഉപയോഗിക്കലില്ല. പിന്നുള്ളതാണ് വേർഡ് അഡ്രസ് ഫോർമാറ്റ്. അപ്പോൾ വേർഡ് അഡ്രസ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് വരുന്നത് വേറൊന്നുമല്ല, വേർഡ് അഡ്രസ്
ഒരു അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് യൂസിങ് certain alphabets called address. A to Z ആൽഫബറ്റ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ആൽഫബറ്റ് നമ്മൾ കൊടുക്കുന്നു, അതിൻ്റെ കൂടെ ഒരു ന്യൂമറിക്കൽ വാല്യൂ, ന്യൂമറിക്കൽ ഡാറ്റ. സോ ദ ന്യൂമറിക്കൽ ഡാറ്റ വിച്ച് ഈസ് ഫോളോഡ് ബൈ ദ അഡ്രസ്, വേർഡ് അഡ്രസ് ഓർ ദ ആൽഫബറ്റ് ബിക്കംസ് എ വേർഡ് അഡ്രസ് ഫോർമാറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അതെന്താണ് N20, അതുപോലെ G01, G00, M01, M03. ഇപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ഒരു വേർഡ് അഡ്രസ് അല്ലെങ്കിൽ എന്താണ് ഒരു ആൽഫബറ്റ് വിച്ച് ഈസ് ഫോളോഡ് ബൈ ന്യൂമറിക്കൽ, ഒരു നമ്പറും കൂടെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ഫോർമാറ്റ് അതിനാണ് വേർഡ് അഡ്രസ് ഫോർമാറ്റ് എന്ന് പറയും. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇതിനകത്ത് വരുന്ന കുറേ ടൈപ്സ് ഇനി നമുക്ക് പറയാം. N വേർഡ്, G വേർഡ്, അതുപോലെ ഡയമെൻഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന XYZ, അതുപോലെ ഫീഡ് ഫംഗ്ഷൻ, F വേർഡ്, സ്പിൻഡിൽ ഫംഗ്ഷൻ, S, ടൂൾ സെലക്ഷൻ, T, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതിൽ M കോഡ്, G കോഡ്, അങ്ങനെ കുറേ കോഡ്സ് വരുന്നുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ നോക്കാം നമുക്ക്. First one, sequence number. Sequence number. Sequence number ആണ് N word. Sequence number N word. So these sequence numbers are the words starting with N and having some numerical values. ഇത് നമ്മൾ പറഞ്ഞു പ്രോഗ്രാം എഴുതുമ്പോൾ എന്താണ് സ്റ്റാർട്ടിങ്, ഫസ്റ്റ് സീക്വൻസ്, ഫസ്റ്റ് എന്താണ്, സെക്കൻഡ് എന്താണ്, പിന്നെ തേർഡ് എന്താണ് നടക്കേണ്ടത്, ആ ഒരു സീക്വൻസ് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ N ഉപയോഗിക്കുന്നത്. പൊതുവേ നമ്മൾ ഒരു 5ൻ്റെ മൾട്ടിപ്പിളിട്ടാണ് പോവുക. 5, N05, N0, N10, N15, ആ രീതിയിൽ നമുക്കിങ്ങനെ ഇങ്ങനെ എഴുതി പോകാം. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ടേംസും വരുന്നുണ്ടാവും. That is a sequence number. So these are the words that begins with letter N followed by any number. So these are the normally the first word in every block. നമ്മൾ പറഞ്ഞു എന്താണ് പ്രോഗ്രാമിങ്ങിൽ പല പല ബ്ലോക്സ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ ബ്ലോക്കിലെയും ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ N വേർഡ് ആയിരിക്കും, സീക്വൻസ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക. Next, preparatory functions. Second is the preparatory functions. Preparatory functions. Preparatory functions അതാണ് G വേർഡ്. അതിൽ കുറേ വേർഡ്സ് വരുന്നുണ്ട്. G കോഡ്സ് കുറേ എണ്ണം ഉണ്ടാവും. ഡിജിറ്റ്സ് ഇപ്പോൾ G എന്നിട്ട് 2 നമ്പേഴ്സ് ഉണ്ടാവും. അത് മെയിൻലി 0 to 99 നമ്പേഴ്സ് ഉണ്ട്. അത് കുറേ ഉണ്ട്, ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഒരു അതിനെ നമുക്ക് മെയിനായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 4 ടൈപ്പിൽ വരുന്നുണ്ട് ഈ പറഞ്ഞ 0 to 99 വരെ ഉള്ളതിനെ. ഒരു ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു ടു സെലക്ട് എ മൂവ്മെൻറ്റ് സിസ്റ്റം. ടു സെലക്ട് എ മൂവ്മെൻറ്റ് സിസ്റ്റം. മൂവ്മെൻറ്റ് സിസ്റ്റം അതായത് മോഷൻ എങ്ങനെയാണ്, അതായത് റാപ്പിഡ് മൂവ്മെൻ്റ് ആണോ, പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആണോ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാംഡ് ഫീഡ് റേറ്റ്, ഒരു പർട്ടിക്കുലർ ഫീഡ് റേറ്റിൽ മൂവ് ചെയ്യണോ, അതൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കേസ്. അതാണ് ഒരു സെറ്റ് ഓഫ് G വേർഡ്സ്. അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് കേസ് പറഞ്ഞാൽ G വേർഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ പ്രിപ്പറേറ്ററി ഫങ്ഷൻസ്. അതായത് പ്രിപ്പയർ ചെയ്യാണ് നമുക്ക് ഈ മെഷീൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം, ഏതൊക്കെ രീതിയിൽ പോകണം, മൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കേസാണ് ടു സെലക്ട് എ മൂവ്മെൻറ്റ് സിസ്റ്റം. എങ്ങനെ ആയിരിക്കണം മൂവ്മെൻറ്റ്, either it is a rapid movement or at a programmed feed rate. Second, to select the measurement system. To select the system.
system, measurement system. That means നമുക്കിപ്പം കൊടുക്കുന്നത് we are giving F250 അല്ലെങ്കിൽ X125 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഏതാണ് ഇൻപുട്ട്, അതായത് വെദർ ഇറ്റ് ഈസ് എ മെട്രിക് ഓർ ഇഞ്ച് സിസ്റ്റം, മീറ്റേഴ്സിലാണോ അതോ ഇഞ്ചസിലാണോ. അപ്പോൾ അങ്ങനെ മെഷർമെൻറ്റ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനു വേണ്ടിയുള്ള കുറച്ച് കോഡ്സ് ഉണ്ടാവും. ആ കോഡ്സ് അനുസരിച്ചായിരിക്കും മെഷർമെൻറ്റ്. ഇഞ്ചസിലാണെങ്കിൽ ഇഞ്ചസ്, അല്ലെങ്കിൽ മെട്രിക്കിലാണെങ്കിൽ മെട്രിക്. ആ സെറ്റ് ഓഫ് കോഡ്സ്, അങ്ങനത്തെ ടൈപ്പ് കോഡ്സ്. ദെൻ തേർഡ്, to program for the compensation, to program for compensation, for compensation. And difference, compensation and difference, difference in and difference in the tool length and diameter. Tool length and diameter, അതായത് ടൂളിൻ്റെ ലെങ്ത്, ഡയമീറ്റർ ഒക്കെ ഓരോ ടൂള്, ഇപ്പോൾ നമുക്ക് ഓരോ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷന് ഓരോ ടൈപ്പ് ടൂളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ടൂൾ നമ്മൾ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യും. അപ്പോൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഓഫ്സെറ്റ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതേപോലെ നമുക്ക് ആ പ്രോഗ്രാമിൻ്റെ പാത്തിന് വ്യത്യാസം വരുന്നു. അപ്പം ഫസ്റ്റ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്യുന്ന അതേ പൊസിഷനിൽ കൂടെ ആയിരിക്കില്ല സെക്കൻഡ് ടൂൾ ഉപയോഗിക്കുക. സെക്കൻഡ് ടൂളിൻ്റെ കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണെങ്കിൽ കുറച്ചൊന്ന് മാറി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ച് ഓഫ്സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കോമ്പൻസേഷൻസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കമാൻഡ്സ് ഉണ്ട്. ആ ടൈപ്പ് കമാൻഡും ഈ പറഞ്ഞ G-വേർഡ്സിൽ വരുന്നുണ്ടാവും. അതാണ് തേർഡ് കേസ്, ടു പ്രോഗ്രാം ഫോർ ദ കോമ്പൻസേഷൻ ആൻഡ് ഡിഫറൻസസ് ഇൻ ടൂൾ ലെങ്ത് ആൻഡ് ഡയമീറ്റേഴ്സ്. നെക്സ്റ്റ് ഇസ് ദ to select a preset sequence, to select a preset sequence of events known as the fixed cycle അല്ലെങ്കിൽ canned cycle. അങ്ങനെയാണ് നമ്മൾ canned cycle or fixed cycle അങ്ങനെയൊക്കെ പറയും. അതായത് ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഡ്രില്ലിംഗ് ഓർ മില്ലിംഗ്, ഡ്രില്ലിംഗ് അല്ലെ മില്ലിംഗ് ഏതായാലും അവിടെയൊക്കെ നമുക്കൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓരോ വട്ടം നമ്മൾ പ്രോഗ്രാം ചെയ്യേണ്ട. അതായത് ഇങ്ങനൊരു പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റിൻ്റെ അടുത്തേക്ക് എന്താണ് ഇങ്ങനെ അറിയാം, പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ഡ്രില്ലിംഗ് ബിറ്റ് ഇരിപ്പുണ്ട്. ഇതിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു, ഈ ഒരു പൊസിഷനിൽ വന്നു. ദെൻ ഇതിനെ ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, താഴേക്ക് മൂവ് ചെയ്തു. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നീട് പതുക്കെ ഫീഡ് കൊടുക്കുന്നു, മുകളിലേക്ക് വരുന്നു, ഈ ഒരു പോയിന്റിലെത്തുന്നു, തിരിച്ച് ഈ പോയിന്റിലെത്തുന്നു, അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. അങ്ങനെ കുറേ ഇവൻറ്റ്സ് ഉണ്ട്, സീക്വൻസ് ആയിട്ടുള്ള ഇവൻറ്റ്. അപ്പോൾ ഡ്രില്ലിങ്ങിന് ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ആയിരിക്കും. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ചെല്ലുക, ഈ ഡിസ്റ്റൻസ് വരെ എത്തുക, എന്നിട്ട് തിരിച്ച് വരിക, അല്ലെങ്കിൽ 2-3 തവണ ഫീഡ് കൊടുക്കുക, ഒറ്റ സ്ട്രെച്ചിലായിരിക്കില്ല കൊടുക്കുക. അപ്പോൾ അതിനൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ഉണ്ടാവും. അതിനാണ് നമ്മൾ ക്യാൻഡ് സൈക്കിൾസ്. അപ്പോൾ അത് നമുക്ക് ഓരോ വാല്യൂസ് ഉണ്ടാവും, ഓരോന്നിനും ഓരോ രീതിയിലാണ്. ഡ്രില്ലിങ്ങിനാണെങ്കിൽ ഒരു വാല്യൂ ഉണ്ടാവും, മില്ലിങ്ങിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആണ് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഡ്രില്ലിംഗ് ആണ് എങ്കിൽ ഡ്രില്ലിംഗ്, മില്ലിംഗ് ആണെങ്കിൽ മില്ലിംഗ്. അപ്പോൾ അത് അതിനനുസരിച്ച് ആ വാല്യൂസ് വരും. അത് പൊതുവേ ഒരു 80 G80 തൊട്ട് 90 വരെ ഉള്ളതിൽ 90 ഇല്ല
80, 81, 82, 83, 84 അതൊക്കെയാണ് ഈ പറഞ്ഞ സൈക്കിൾസ് വരുന്നത്. 80 G80 എന്ന് പറഞ്ഞാൽ മെയിൻലി ഇതാണ് മില്ലിങ് ലെയ്ത്ത് ആണുള്ളത്. അത് ക്യാൻസൽ ചെയ്യാനുള്ള സൈക്കിൾ അതാണ് G80. G81 എന്ന് പറഞ്ഞാൽ ഡ്രിൽ സൈക്കിൾ, മിൽ സൈക്കിൾ, ലെയ്ത്ത്. അതുപോലെ G82 ഡ്രിൽ സൈക്കിൾ വിത്ത് ഡ്വെൽ മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. 83, 84 ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇതൊക്കെയാണ് മെയിനായിട്ട് ജി കോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജി വേർഡ്സ്, പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് ഓഫ് ജി വേർഡ്സ് വരുന്നത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടു സെലക്ട് എ മൂവ്മെൻറ്റ് സിസ്റ്റം. ഒരു മൂവ്മെൻറ്റ് സിസ്റ്റം സെലക്ട് ചെയ്യുക. അതേപോലെ എന്താണ്, സെലക്ട് ദ മെഷർമെൻറ്റ് സിസ്റ്റം, വെദർ ഇറ്റ് ഈസ് എ മെട്രിക് ഓർ ഇഞ്ച് സിസ്റ്റം. ദെൻ പ്രോഗ്രാം ഫോർ കോമ്പൻസേഷൻ, എന്തെങ്കിലും ടൂളിൻ്റെ ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള കോമ്പൻസേഷൻ ഇൻ ദ പ്രോഗ്രാം, അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ദെൻ ഫൈനലി എന്താണ്, ടു സെലക്ട് ദ പ്രീസെറ്റ് സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, ലൈക്ക് എന്താണ്, അതിനാണ് നമ്മൾ എന്താ പറയുക ക്യാൻഡ് സൈക്കിൾ അല്ലെങ്കിൽ ഫിക്സഡ് സൈക്കിൾസ് എന്ന് പറയും. ഇങ്ങനത്തെ സൈക്കിൾസ് കോൾ ചെയ്യാൻ വേണ്ടി. ഇത്രയാണ് പ്രിപ്പറേറ്ററി ഫങ്ഷൻസിൽ വരുന്നത് അല്ലെങ്കിൽ ജി വേർഡ്സിൽ. ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയമെൻഷണൽ ഇൻഫർമേഷൻ വേർഡ്സ്. ഇൻഫർമേഷൻ വേർഡ്സ്. ഡയമെൻഷണൽ ഇൻഫർമേഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡയമെൻഷൻസ് അളക്കുന്ന എങ്ങനെയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് അല്ലേ. അപ്പം എക്സ് വൈ സെഡ്, എക്സ് വൈ സെഡിൻ്റെ ഡയറക്ഷൻസ് എത്രയാണ്. ഇപ്പോൾ ഇത്രയും ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് എക്സിലേക്ക് എത്ര ഡിസ്റ്റൻസ്, വൈയിലേക്ക് എത്ര ഡിസ്റ്റൻസ്, സെഡിലേക്ക് എത്ര ഡിസ്റ്റൻസ്. അപ്പോൾ അതിനകത്ത് ഡയമെൻഷൻ ഡിഫൈൻഡ് ആയി. ദാറ്റ് ഇസ് ദ ഡയമെൻഷണൽ ഇൻഫർമേഷൻ വേർഡ്സ്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ എൻ എന്തെങ്കിലും ഉണ്ടാവും, സീക്വൻസ് നമ്പർ, അത് പ്രിപ്പറേറ്ററി വേർഡ്സ് ജി സംതിങ് 01, 03 ഏതെങ്കിലും, അതെന്ന് പറഞ്ഞാൽ പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് ആയിരിക്കും. ഇനി അത് എക്സ് വൈ സെഡ് ഓരോ വാല്യൂസ് ഉണ്ടാവും, അതായത് എക്സിൻ്റെ ഏതൊക്കെ പോയിന്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഡയമെൻഷണൽ ഇൻഫർമേഷൻ വേർഡ്സ്. നെക്സ്റ്റ് ഫീഡ് ഫങ്ഷൻ. ഫീഡ് ഫങ്ഷൻ, ഫീഡ് ഫങ്ഷൻ അല്ലെങ്കിൽ എഫ് വേർഡ്. എഫ് വേർഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫീഡ്. ഫീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എമൗണ്ട് ദ കട്ടിംഗ് ടൂൾ അഡ്വാൻസസ് ഇൻ ടു ദ വർക്ക് അല്ലേ, വർക്കിലേക്ക് എത്രത്തോളം കയറി ചെല്ലുന്നു, അതിനാണ് നമ്മൾ ഫീഡ് എന്ന് പറയാം. അപ്പോൾ ഫീഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ എ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം ടൂൾ അഡ്വാൻസ് ചെയ്യുന്നു. അല്ലെങ്കിൽ രണ്ട് രീതി പറയാം, വിത്തിൻ ഇൻ ടേംസ് ഓഫ് mm per minute, mm per മിനിറ്റിലും റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ mm per റെവല്യൂഷൻ. ഒരു റെവല്യൂഷനിൽ എത്രത്തോളം അകത്തേക്ക് അഡ്വാൻസ് ചെയ്യുന്നു ടൂൾ. സപ്പോസ് ഒരു ടൂൾ ഉണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു റൊട്ടേഷനിൽ എത്രത്തോളം കയറുന്നു, അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എത്രത്തോളം അഡ്വാൻസ് ചെയ്യുന്നു. രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വാല്യൂ, അപ്പോൾ എഫ് ഒരു വാല്യൂ ഉണ്ടാവും, അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഫീഡ് റേറ്റ്. ദാറ്റ് ഇസ് എ ഫീഡ് ഫങ്ഷൻ. ഇനി അതേപോലെ നെക്സ്റ്റ് വൺ സ്പിൻഡിൽ ഫീഡ് ഫങ്ഷൻ. സ്പിൻഡിൽ സ്പീഡ് ഫങ്ഷൻ. സ്പിൻഡിൽ ഫീഡ് ഫങ്ഷൻ അല്ലെങ്കിൽ എസ് വേർഡ്. ഇപ്പോൾ സ്പിൻഡിൽ സ്പീഡ് ഫങ്ഷൻ, സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുമ്പം ഇൻ RPM, റൊട്ടേഷൻ പെർ മിനിറ്റിലുള്ള വാല്യൂ എത്ര ആണെന്നുള്ളത്. ഇപ്പം സപ്പോസ് എസ് 2000 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പിൻഡിൽ സ്പീഡ് എന്താണ് 2000 RPM ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതായിരിക്കും സ്പിൻഡിൽ സ്പീഡ് 2000 RPM സെറ്റ് ആവും സ്പീഡ് ഫങ്ഷൻ. ഇനി അതേപോലെ നെക്സ്റ്റ് ടൂൾ സെലക്ഷൻ ഫങ്ഷൻ. ടൂൾ സെലക്ഷൻ ഫങ്ഷൻ അല്ലെങ്കിൽ ടി വേർഡ്.
ടൂൾസ് സെലക്ഷൻ ഫംഗ്ഷൻ. അതായത് ഇപ്പം നമുക്കിപ്പം CNC-യിലൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പോൾ പല ടൈപ്പ് മെഷീനിങ് ഓപ്പറേഷൻസ് നടത്താനുണ്ട്. കുറേ ഓപ്പറേഷൻസ് ഒരുമിച്ച് നടത്താനുണ്ടാവും. ഇപ്പോൾ ഡ്രില്ലിങ് കഴിഞ്ഞ അവിടെ മില്ല് ചെയ്യണം, അല്ലെ അത് കഴിഞ്ഞപ്പോൾ പോളിഷിങ്, അല്ലെ ഗ്രൈൻഡിങ്, അങ്ങനെ പല പല മെഷീൻസ് ടൂൾസ് ഉപയോഗിക്കേണ്ടതുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ വട്ടവും ടൂൾ ഊരി ഫിറ്റ് ചെയ്ത് ഒക്കെ വരുമ്പോൾ എന്താ ടൂൾ ചേഞ്ച് ഓവർ ടൈമൊക്കെ നമുക്ക് കുറേ പോകും. അപ്പോൾ അതിന് പകരം നമ്മൾ വി ആർ യൂസിങ് ടററ്റ്സ്, അല്ലെങ്കിൽ എന്താണ് മൾട്ടി ലൊക്കേഷൻസിൽ, പല ലൊക്കേഷൻസിലായിട്ട്, അല്ലെ മാഗസിൻസ് നമ്മൾ പറയും. അപ്പോൾ അതിനകത്തേക്ക് ടൂൾസ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്നു ടൂൾ നമ്പർ 1 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞ പൊസിഷനിലുള്ള ടൂളായിരിക്കും ആക്റ്റീവ് ആവുക. ഇനി ടൂൾ 4 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞ ലൊക്കേഷൻ എവിടെയാണോ അവിടെയുള്ള ടൂൾ ആക്ടിവേറ്റ് ആവും, അതായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൂളിനെ നമുക്ക് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ടൂൾ സെലക്ഷൻ, ആ ടൂൾ സെലക്ഷൻ ഉപയോഗിക്കുന്ന വേർഡാണ് T വേർഡ്സ്. അപ്പോൾ T സംതിങ് നമ്പർ നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന നമ്പേഴ്സ്. അപ്പോൾ ഇനി ഇതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഒരെണ്ണമുണ്ട് മിസ്ലീനിയസ് ഫംഗ്ഷൻ. മിസ്ലീനിയസ് ഫംഗ്ഷൻ മിസ്ലീനിയസ് ഫങ്ഷൻസ് അതിൻ്റെയാണ് എം കോഡ് അല്ലെങ്കിൽ എം വേർഡ്. എം വേർഡ്സ് M01, M02, M03 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫങ്ഷൻസ് ഉണ്ടാവും. അത് മെയിൻലി ഒരു സ്റ്റാർട്ടിങ് അല്ലെ സ്റ്റോപ്പിംഗ് ഓഫ് എ സ്പിൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്പിൻഡിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള കുറേ ഓപ്പറേഷൻസ് മിസ്ലീനിയസ് ആയിട്ടുള്ള മിസ്ലീനിയസ് ഫങ്ഷൻസ് വരുന്നതാണ് എം വേർഡ്സ്. അപ്പം ഇങ്ങനെ ഇത്രയും ടൈപ്സ് വേർഡ്സ് ആണ് നമ്മൾ ബേസിക്കലി നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുക. അപ്പം ഫസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് നമ്പേഴ്സ്. സീക്വൻസ് നമ്പറാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക, റെപ്രസെൻറ്റഡ് ബൈ N, ക്യാപിറ്റൽ M, ഫോളോഡ് ബൈ ദ ന്യൂമറിക്കൽ വാല്യൂസ്. നെക്സ്റ്റ് പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് ഡിനോട്ടഡ് ബൈ G, ഫോളോഡ് ബൈ ദ ന്യൂമറിക്കൽ വാല്യൂസ്. അത് മെയിനായിട്ട് 4 കാര്യത്തിനായിരുന്നു. എന്താണ് ഫോർ സെലക്ടിങ് എ മൂവ്മെൻറ്റ് സിസ്റ്റം, then to select the measurement system whether it is inch or metric, then to program for the compensation or the difference in the tool diameter or the tool length, and finally to select the preset sequence of events like a canned cycle. Then dimensional information denoted by XYZ, speed function denoted by F, spindle speed denoted by S, ടൂൾ സെലക്ഷൻ T വേർഡ്, അതേപോലെ മിസ്ലീനിയസ് ഫങ്ഷൻ എം വേർഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് ഓരോന്ന് നമുക്ക് നോക്കാം. ഓരോ G കോഡ് അതേപോലെ M കോഡൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. അപ്പം നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് എടുക്കുക.